Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേസിക് വാനില എഗ്ലെസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിന്റെ കേക്ക് ടിൻ ആണ്. ഇതിനുള്ളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ചിന്റെ കേക്ക് ടിൻ ആണെങ്കിൽ കേക്കിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് ഡിസോൾവ് ആയി വരുന്നത് വരെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ ബേക്കിംഗ് സോഡയിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം. ഈ ബേക്കിംഗ് സോഡയും തൈരും കൂടെ ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറും കൂടി ഒന്ന് അരിച്ച് വെക്കണം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ തൈരും ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് റിയാക്ട് ചെയ്ത് നല്ല ഫ്രോത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഫ്ലോർ ഒന്നുകൂടി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ആയിരിക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറുള്ളതാവാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 30 തൊട്ട് 35 മിനിറ്റ് വരെ ടൈം എടുക്കും. എന്നിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുക. നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ കേക്ക് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒരു കത്തി ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ടോപ്പ് നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിൽ ക്രാക്ക് ഒന്നും വീണിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എഗ്ലെസ് കേക്കാണെന്ന് പറയില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.